ഹൃദയാഘാതത്തെ തുടർന്ന് തിരുവനന്തപുരം പട്ടം SUT ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന്റെ ആരോഗ്യനില ഗുരുതരമായി തുടരുന്നു. ആരോഗ്യസ്ഥിതി മോശമായതിനെ തുടർന്ന് ഡയാലിസിസ് നിർത്തിവച്ചു. രക്തസമ്മർദ്ദവും വൃക്കകളുടെ പ്രവർത്തനവും സാധാരണ നിലയിലാക്കാൻ ചികിത്സ തുടരുകയാണ്. ഇന്ന് വീണ്ടും മെഡിക്കൽ ബോർഡ് ചേരും. റിനു ശ്രീധർ തിരുവനന്തപുരത്ത് നിന്ന് വീണ്ടും വിവരങ്ങളുമായി ചേരുന്നുണ്ട്. റിനു, VSന്റെ ആരോഗ്യനില സംബന്ധിച്ച പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ്? റിനു. ഉന്മേഷ, അസ്മിത, എന്തായാലും ആരോഗ്യനിലയിൽ VSന്റെ ആരോഗ്യനിലയിൽ പുരോഗതി ഉണ്ട് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം അതീവ ഗുരുതരാവസ്ഥയിൽ തന്നെയാണ് മുൻ മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവുമായിട്ടുള്ള VS അച്യുതാനന്ദന്റെ സാഹചര്യം എന്നുള്ളതാണ്. തിരുവനന്തപുരത്തെ SUT, അതായത് തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ ഇപ്പോഴും ചികിത്സയിൽ കഴിയുകയാണ്. അദ്ദേഹത്തിന്റെ രക്തസമ്മർദ്ദം ക്രമം ആക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇടപെടലാണ് ഡോക്ടർമാരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. അതുപോലെ തന്നെ വൃക്കകളുടെ പ്രവർത്തനവും തകരാറിലായിട്ടുണ്ട്. ഇത് രണ്ടും ക്രമപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. നിലവിൽ ഇന്നലെ ആരോഗ്യസ്ഥിതി വഷളായതിനെ തുടർന്ന് ഡയാലിസിസ് നിർത്തിവെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇന്നിപ്പോൾ ഡോക്ടർമാരുടെ വിദഗ്ധ സംഘം, അതായത് സർക്കാർ തീരുമാനിച്ച മെഡിക്കൽ കോളേജിൽ നിന്നടക്കമുള്ള ഡോക്ടർ പങ്കെടുക്കുന്ന വിദഗ്ധ സംഘം ഇന്ന് അദ്ദേഹത്തിനെ വീണ്ടും കാണുമെന്നുള്ളതാണ്. അതിനുശേഷം ഈ സ്വകാര്യ ആശുപത്രിയിലെ ഡോക്ടർമാരുമായി ചേർന്ന് മെഡിക്കൽ ബോർഡ് യോഗം ചേരും. അതിനുശേഷമായിരിക്കും തുടർന്നുള്ള നീക്കം. എന്തായാലും നിലവിൽ അദ്ദേഹം വെന്റിലേറ്ററിൽ തന്നെ തുടരുകയാണ് എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. എന്തായാലും മരുന്നുകളോട് അദ്ദേഹം പ്രതികരിക്കുന്നുണ്ട് എന്നുള്ള ഒരു ആശ്വാസകരമായിട്ടുള്ള വാർത്തയും വരുന്നുണ്ട്. എന്തായാലും വൃക്കകളുടെ പ്രവർത്തനവും അതുപോലെ തന്നെ BP-യും ക്രമപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് നിലവിൽ ഇപ്പോൾ ഡോക്ടർമാരുടെ ഭാഗത്തു നിന്നുള്ള ഒരു ഇടപെടൽ എന്നുള്ളത്. അതിനെ തുടർന്നുള്ള ഒരു ചികിത്സാ രീതിയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. എന്തായാലും ആരോഗ്യനിലയിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങളൊന്നും ഇല്ല എന്നുള്ളതാണ്. നില അതീവ ഗുരുതരം തന്നെയാണ്. ഉന്മേഷ്. ശരി, റിനു ശ്രീധർ തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു.